സാറിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? ഹോറെക്സ് റെഗിന 350 ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല. കാരണം ആൾ ജർമ്മനാണ്. നമ്മുടെ നാട്ടിൽ ഇല്ല, വളരെ കുറവാണ്. ആൾ നേരെ അങ്ങ് ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് ആൾ നേരിട്ട് പോയി കണ്ടാലോ? എൻ്റെ കോളേജ് പ്രൊഫസറിൻ്റെ അടുത്താണ് ഈ ഒരു ബൈക്ക് ഉള്ളത്. ഹോറെക്സ് റെഗിന 350 എന്ന് പറയുന്നത് ഒരു ബൈക്കാണ്, 1953 മോഡൽ. അപ്പോൾ എൻ്റെ കോളേജ് പ്രൊഫസറിൻ്റെ കയ്യിലാണ് ഇതുള്ളത്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ATM എന്ന് വിളിക്കുന്ന AT മൻസൂർ സാറിൻ്റെ കയ്യിലാണുള്ളത്. സോ നമുക്ക് നേരെ AT മൻസൂർ സാറിൻ്റെ വീട്ടിൽ വിട്ടാലോ? സോ നേരെ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഹലോ. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് എടക്കര സാറിൻ്റെ നമ്മുടെ AT മൻസൂർ സാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സാറിനെ പോയിട്ട് സാറിനോട് ഡീറ്റെയിൽ ചോദിക്കാം. സാറിൻ്റെ വീടിൻ്റെ അവിടെയാണ് ഞങ്ങളുള്ളത്. അപ്പോൾ നല്ല അടിപൊളി വീടും പിന്നെ അതുപോലെ തന്നെ നല്ല പച്ചപ്പാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ സാറിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നമ്മൾ നേരെ സാറിൻ്റെ അടുത്തേക്ക് പോകണം. കൊറോണ എന്നൊരു മാസ്ക് ഇട്ടിട്ട് വേണം നമ്മൾ ആൾക്കാരോട് സംസാരിക്കാൻ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഫവാസ് ഓൾറെഡി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. മമ്പാട് കോളേജിലായിരുന്നു ഏതാണ്ട് 30 വർഷക്കാലം. അവിടെയായിരുന്നു അധ്യാപനം. റിട്ടയർ ചെയ്തിപ്പോൾ ഏതാണ്ട് 4ാമത്തെ വർഷമാണ്. പിന്നെ ഈ വണ്ടികളോടൊക്കെ ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ബൈക്കൊക്കെ ഉപയോഗിക്കും. വളരെ കാലങ്ങളായിട്ട് 2 വീലർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പഴയ ബൈക്സൊക്കെ പലതും വിൻറ്റേജ് ക്ലാസ്സിലുള്ളതൊന്നും അഫോർഡബിൾ അല്ല എന്നുള്ളതുകൊണ്ട് പലപ്പോഴും നോക്കി നിൽക്കാറുണ്ട് പലരും ഇത് ഉപയോഗിക്കുന്നതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ഹോറെക്സ് റെഗിന 350 അത് ഞാൻ മമ്പാടുണ്ടായിരുന്ന ബീരാൻകുട്ടിയാജിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ബീരാൻകുട്ടിയാജി നമ്മളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ വളരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. കാരണം ഒന്നിലധികം ഇമ്പോർട്ടഡ് ബൈക്സ്, എല്ലാം പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50s അതേപോലെ 60s 40s ഒക്കെയുള്ള ബൈക്സ് നമ്മൾ പലതും പേര് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്താണ്. മാച്ച്ലെസ് എന്നുള്ളൊരു വണ്ടിയൊക്കെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ബീരാൻകുട്ടിയാജി ഉപയോഗിച്ച് കണ്ടിട്ടാണ്. പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രാംഫ് ഉണ്ടായിരുന്നു, AJS ഉണ്ടായിരുന്നു, ഹോണ്ടയുടെ 2-3 ബൈക്സ് ഉണ്ടായിരുന്നു. അതിൽ പെട്ട ഒന്നാണ് ഇതും. അവസാന കാലങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഒരു കൈനറ്റിക് ഹോണ്ടയായിരുന്നു. കാരണം അദ്ദേഹത്തിന് പിന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ RD 350 അപ്പോൾ RD 350 ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്ന വളരെ അപൂർവം ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. അത് കഴിഞ്ഞാണ് പിന്നീട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പ്രായമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റും മറ്റും താങ്ങാനുള്ള ശേഷി കുറഞ്ഞു കഴിയുമ്പോൾ ആവണം. ഒരു 2 വീലർ തന്നെ അത്രയും ക്രേസുള്ള ആളായത് കൊണ്ടാണ് അദ്ദേഹം കൈനറ്റിക് ഹോണ്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അദ്ദേഹം മരിക്കുന്ന ടൈമിൽ കുറേയധികം ബൈക്സ് ഉണ്ടായിരുന്നു. 8ഓളം ഇമ്പോർട്ടഡ് ബൈക്സ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് അദ്ദേഹം അയൽവാസിക്കായിട്ട് കൊടുത്ത ഹോറെക്സ്. ജർമ്മൻ മേക്കാണ്, 1953 ആണ് മോഡൽ. അപ്പോൾ അന്ന് ഹോറെക്സ് ബൈക്ക് മറ്റെവിടെയും അങ്ങനെ നമ്മൾ കേൾക്കാത്ത ഒന്നാണ്. ഹോറെക്സ് ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് ഞാൻ പലരോട് അന്വേഷിച്ചപ്പോൾ അതേക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പലർക്കും അറിയില്ല. ഹോറെക്സിനെ കുറിച്ച് കേരളത്തിൽ ഇത് വേറെ ആരെങ്കിലും അടുത്തുണ്ടോ? കേട്ടിട്ടില്ല, മറ്റേ ആരുടെങ്കിലും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. ഇതിൻ്റെ ആദ്യത്തെ ഓണർ ഇവിടെ നിലമ്പൂർ ഭാഗത്തേക്ക് ഇത് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഓണർ ഒരു ഹംസ റേഞ്ചർ, തലശ്ശേരിക്കാരനായിട്ടുള്ള ഹംസ റേഞ്ചർ. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവാണ്. അപ്പോൾ അതെനിക്ക് അറിയാൻ സാധിച്ചത് ആ രൂപത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ വിളിച്ചപ്പോൾ ആ ഫാമിലിയിലുള്ള ഒരാളെന്നെ വിളിച്ചിട്ട് നിങ്ങളെടുത്ത് ആ ബൈക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്തുണ്ട് എന്ന്. പിന്നെ ഇത് ഞാൻ എടുത്ത അവസ്ഥയിൽ ഇതിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം വളരെ മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഇല്ല. അപ്പോൾ അത് റിസ്റ്റോർ ചെയ്യാൻ അത് പിന്നെ ഏതാണ്ട് ഒരു ബുള്ളറ്റ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിനാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ കരുതി കാണണം ബുള്ളറ്റ് പോലെയായിരുന്നു. അപ്പോൾ ഏതാണ്ട് പെയിൻറ്റൊക്കെ ആ ഒരു പാറ്റേണിലൊക്കെ അടിച്ച് കുറേ സ്റ്റിക്കറും ഒക്കെ ഉണ്ടായിരുന്നു. അത് റെസ്റ്റോർ ചെയ്യാൻ കുറേ കാലം എടുത്തു. ഏതാണ്ട് ഒരു 6 മാസത്തോളം ഞാൻ നിലമ്പൂരിലുള്ള ബാപ്പു എന്ന മെക്കാനിക്ക്, ഒരു ബുള്ളറ്റിൻ്റെ എക്സ്പേർട്ടാണ് അദ്ദേഹത്തിന്. അതേപോലെ തന്നെ ഈ ഇമ്പോർട്ടഡ് ബൈക്സിനോട് പ്രത്യേക ഒരു പാഷൻ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ബാപ്പു. അതുകൊണ്ട് തന്നെ
ബാപ്പുവിൻ്റെ അടുത്ത് മിക്കവാറും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അവിടെ ഇരിക്കും. രാത്രി 10 മണി വരെ അവിടെ ഇരുന്ന് കുറേശ്ശെയായിട്ട് ഓരോന്നും അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ പ്രോട്ടോടൈപ്പ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പിക്ചർ അവിടെ വെച്ച് അതേപോലെ റിസ്റ്റോർ ചെയ്തെടുത്തു. അപ്പോൾ അതിന് ഏതാണ്ട് ഒരു 6 മാസക്കാലം താമസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ ഡീറ്റെയിൽസ് കേട്ടു. അപ്പോൾ ഇനി നമുക്ക് നേരെ ബൈക്കിൻ്റെ അടുത്ത് പോയിട്ട് ബൈക്ക് കാണാം. ബൈക്ക് കണ്ടിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി നേരിട്ട് തന്നെ കാണാം. ഇതാണ് മോഡൽ ഹോറെക്സ് റെഗീന 350. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എൻ്റെ 26 വർഷ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് സ്റ്റാർട്ടിങ്ങിലാണ്. സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. പഴയ നമ്മുടെ ഇപ്പോഴത്തെ ബൈക്ക് പോലെ അല്ല സിസ്റ്റം, ഒക്കെ ഒരു വേറിട്ട സിസ്റ്റമാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. ഇത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു ഹാൻഡിൽ ടൈറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പറഞ്ഞു. ഹാൻഡിൽ ടൈറ്റ് ചെയ്യാനുള്ള ലോങ് ജേണി ഒക്കെ പോകുമ്പോൾ ഹാൻഡിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആവും ഹാൻഡിൽ. അപ്പോൾ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്സിൻ്റെ ബട്ടൺസ് ഇവിടെയാണ് വരുന്നത്. പിന്നെ ആംബിയർ, നമ്മുടെ സ്പീഡോമീറ്റർ, പിന്നെ അതുപോലെ തന്നെ ഇത് ഹെഡ് ലാമ്പും. പിന്നെ നമ്മൾ സാധാരണ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇതൊരു വേറിട്ട ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്കിലോട്ട് വരുമ്പോഴാണ്. ടാങ്ക് തന്നെ നമ്മുടെ പഴയ ഇപ്പോഴത്തെ വണ്ടി പോലെ വീതിയുള്ള ടാങ്കല്ല, വളരെ എൻ്റെ ഒരു കൈയിൻ്റെ അത്ര വലുപ്പമുള്ളൂ ടാങ്ക്. ഈ ഒരു സീറ്റിംഗ് നമുക്കിപ്പോൾ ജാവ പെറാക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സിംഗിൾ സീറ്റ് മാത്രം നമ്മുടെ ഇത് നമുക്ക് ടച്ച് ചെയ്യാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. സോ ഭയങ്കര കംഫർട്ടബിളാണ് ഇരിക്കുമ്പോൾ. സോ ഇതാണ് നമ്മൾ വണ്ടിയുടെ ടാങ്ക്. ഇതാണ് ഹോറെക്സിൻ്റെ ബ്രാൻഡ് ഹോറെക്സ് റെഗീന. ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? ഇല്ല തന്നെ. എന്നാൽ എത്ര ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അപ്രോച്ച് ചെയ്യാൻ പാലക്കാട് നിന്ന് ഒരാൾ ചോദിച്ചിരുന്നു. വലിയ ഓഫറൊക്കെ ആയിട്ട് വന്നിരുന്നു. ഓക്കെ, എന്നാൽ എത്ര ഓഫർ എത്ര പറഞ്ഞിട്ടുണ്ട്? അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പുതിയ ഹാർലി ഡേവിഡ്സനൊക്കെ എടുക്കാവുന്ന ഓഫർ. ഓക്കെ, ഒരു 2 ഹാർലി ഡേവിഡ്സനൊക്കെ എടുക്കാം. ഒരു ഹാർലി ഡേവിഡ്സനൊക്കെ ഹാർലിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഓഫറൊക്കെ വന്നിരുന്നു. ഓക്കെ, അല്ലാതെ നമ്മളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ടോ? പിന്നെ നാട്ടിൽ നിന്ന് ഇവിടെ 1-2 യങ്സ്റ്റേഴ്സ് ഒക്കെ വന്ന് ഇങ്ങനെ താല്പര്യത്തോടെ ചോദിക്കാറുണ്ട്. പിന്നെ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർ പിന്മാറാറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ എൻജിനൊക്കെ വളരെ പാക്ഡാണ്. എൻജിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെയിന് വരുന്ന ഭാഗമൊക്കെ വളരെ പാക്ഡ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. മഡ് ഗാർഡ്, ബാക്ക് മഡ് ഗാർഡ്, ഓക്കെ, ഹിഞ്ചസിലാണ് ഉള്ളത്. അപ്പോൾ ഈ പിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ മൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പൊക്കിയിട്ട് വാഷ് ചെയ്യാം. ഓക്കെ, ഉള്ളിൽ വാഷ് ചെയ്യാം അല്ലേ? അതിൻ്റെ കൂർക്ക ഇവിടെ എത്തിയപ്പോഴാണ് സാറിന് ഒരുപാട് പഴയ വണ്ടിയുടെ കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊന്നും ഇവിടെ ഇല്ല, അതാണ് നമ്മൾ കാണിക്കാത്തത്. ചിലതൊക്കെ പുറത്താണ്. തമിഴ്നാട് ഇവർക്കൊരു ഫാം പോലെയുണ്ട്. എല്ലാ വണ്ടികളൊക്കെ അവിടെയാണ്, 4x4 ഒക്കെ. ഇത് കൂർക്ക ഇവിടെ പ്രളയത്തിനൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. . 1 1/2
HOREX REGINA 350 1953 മോഡൽ ജർമ്മൻ മെയ്ഡ്. ഞങ്ങളിത് അന്വേഷിച്ചിടത്തോളം കേരളത്തിൽ വേറൊരു ബൈക്കും കേരളത്തിൽ എവിടെയും ഞങ്ങൾക്ക് ഇത് ഉണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ ബൈക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എടക്കര ATM എന്ന് ഞങ്ങൾ വിളിക്കുന്ന AT മൻസൂർ സാറിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ കോളേജിൽ സാറിന് ATM എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ സാറിൻ്റെ ഉടമസ്ഥയിലാണ് ഈ വണ്ടി ഉള്ളത്. സോ 2003 സാർ ഈ വണ്ടി സ്വന്തമാക്കിയത്.